ദൈവത്തെ നാം സ്വന്തമാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്രമാത്രം? ദൈവം നമുക്കാരാണ് എന്നതിനെ അടിസ്ഥാനപ്പെട്ടിരിക്കും നാം എത്രമാത്രം ദൈവത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെ അല്പം, അവിടെ അല്പം. ദൈവത്തെയും വേണം, മാമോനെയും വേണം. ഇരുട്ടിൻ്റെ കൂട്ടായ്മയും വെളിച്ചത്തിൻ്റെ കൂട്ടായ്മയും ഒരുപോലെ വേണം. നീതിയും വേണം, അധർമ്മവും ചെയ്യണം. ഇങ്ങനെ ഇരുതോണിയിൽ കാൽ വയ്ക്കുന്നവർക്ക് വെറും $3 മാത്രം വിലമതിപ്പുള്ള ദൈവമായിരിക്കുമുള്ളത്. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ആണെങ്കിൽ സംശയം വേണ്ട, ദൈവത്തിൻ്റെ സ്വാധീനം നമ്മിൽ ശക്തമായിട്ട് തന്നെ കാണും. അവിടുന്ന് നമുക്ക് പ്രാധാന്യമുള്ളവനും ശ്രേഷ്ഠനും വിലയുള്ളവനുമായിരിക്കും. ക്രിസ്തു നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തമാണ് നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. തന്നിമിത്തം നാം ദൈവത്തിന് സ്വന്തവും ദൈവത്തിൻ്റെ വകയുമാണ്. ദൈവത്തിന് സ്വന്തമായിരിക്കുന്ന നാം കർത്താവിനെ സ്നേഹിക്കുവാൻ ആരംഭിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലേക്കും പ്രവേശിക്കുന്നു. നാം കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും സ്വാധീന ശക്തിയും വ്യക്തിയുമായി അവിടുന്ന് മാറുന്നു. അങ്ങനെയുള്ളവർക്കാണ് പറയുവാൻ കഴിയുക, ഞാൻ കർത്താവിനെ പൂർണ്ണമായി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന്. നാം കർത്താവിന് സ്വന്തം, കർത്താവ് നമുക്ക് സ്വന്തം. ഈ ബന്ധത്തെ മുറിച്ച് കളയുവാൻ ഒരു ബാഹ്യശക്തിക്കും കഴിയുകയില്ല. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രഖ്യാപനമത്രേ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പാട്ടുകാരനോടൊപ്പം നമുക്കും എന്നിങ്ങനെ പറയാം, യേശു എൻ സ്വന്തം, ഹല്ലേലൂയ, എന്നുടെ ഭാഗ്യം ചൊല്ലിക്കൂടാ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.